പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുകയാണ്. പാകിസ്ഥാനിൽ നിന്നും വിഭജിച്ച് ഞങ്ങൾക്ക് പുതിയൊരു രാജ്യമാകണമെന്നാണ് ബലൂചിസ്ഥാന്റെ ആവശ്യം. ബലൂചിസ്ഥാന്റെ ഈ ആവശ്യം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാൻ വിഭജിച്ചപ്പോൾ തന്നെ ബലൂചിസ്ഥാൻ ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കണമെന്നും ഞങ്ങൾക്ക് ഇന്ത്യയിൽ ചേരാൻ താല്പര്യമുണ്ടെന്നും ബലൂച്ചിന്റെ നേതാക്കൾ നമ്മുടെ പൊന്നോമന ജവഹർലാൽ നെഹ്റുവിനെ കണ്ടു പറഞ്ഞിരുന്നു. അതേസമയം നെഹ്റു പറഞ്ഞത് ഞങ്ങൾക്ക് അതിനൊന്നും ഒരു താല്പര്യവുമില്ല എന്നായിരുന്നു. എന്തായാലും ഇതിനുശേഷം ബലൂചിസ്ഥാനിൽ എന്താണ് നടന്നത്? നിരന്തരം ബലൂചിസ്ഥാനിലെ സ്ത്രീകളും കുട്ടികളും പീഡനത്തിന് ഇരയാകുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്നത് പാക് സർക്കാരാണ്. കാരണം ഇവർ സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന് ഈ പാക് സർക്കാർ ഇവരെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ സ്ത്രീകളെയും കുട്ടികളെയും പീഡിപ്പിക്കുക, പാക് ആർമി തന്നെ അവിടെ ഇറങ്ങി സ്ത്രീകളെയും കുട്ടികളെയും തട്ടിക്കൊണ്ടുപോവുക, ഇങ്ങനെയുള്ള സാഹചര്യമൊക്കെ അവിടെ ഉടലെടുത്തപ്പോഴാണ് അവിടെ ബലൂച്ച് ലിബറേഷൻ ആർമി എന്ന് പറഞ്ഞൊരു ആർമി ഉയർന്നു വന്നതും പ്രതിരോധമെല്ലാം അവർ തുടങ്ങിയതും. പാകിസ്ഥാനിൽ എന്ത് നടന്നാലും, അല്ലെങ്കിൽ വേണ്ട ലോകത്ത് എന്ത് നടന്നാലും ഏതെങ്കിലുമൊക്കെ ആക്ടിവിസ്റ്റുകൾ ഉയർന്നു വരാറുണ്ട്, ഇല്ലേ? അങ്ങനെ പാകിസ്ഥാനിൽ ഉയർന്നു വന്ന ഒരു ആക്ടിവിസ്റ്റാണ് മലാല യൂസഫ്സായി എന്ന് പറയുന്നത്. സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി നെറ്റിയിൽ വെടിയുണ്ട കയറിയ മലാല യൂസഫ്സായി ഇപ്പോൾ ലണ്ടനിൽ സുഖമായി സ്വസ്ഥമായി താമസിക്കുകയാണ്. ഇപ്പോൾ ആക്ടിവിസവുമില്ല, ഒന്നുമില്ല. ലണ്ടനിലേക്ക് കടന്നതോടുകൂടി അവിടെയായി മലാല യൂസഫ്സായിയുടെ പ്രവർത്തനം. താലിബാനൊക്കെ അധികാരത്തിലേറെ സ്ത്രീകളൊക്കെ അവിടെ നരകിച്ചിട്ട് പോലും ഒരു വാക്ക് പോലും മലാല പറഞ്ഞിട്ടില്ല. ഗ്രേറ്റ തുൻബർഗ് എന്ന് പറയുന്ന വലിയൊരു ഉടായ്പുകാരി നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഇന്ത്യക്കാർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കേരളീയർ തന്നെ, കേരള മാപ്പറുകൾ തന്നെ വളർത്തി വിട്ടിട്ടുണ്ടായിരുന്നു. ഗ്രേറ്റ തുൻബർഗ് മോദിക്കെതിരെ പറയുന്നു, ഗ്രേറ്റ തുൻബർഗ് ട്രംപിനെതിരെ പറയുന്നു, ഗ്രേറ്റ തുൻബർഗ് ജോർജ് ബുഷിനെതിരെ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തകളായിരുന്നു. അതേപോലെ തന്നെ സമാനമായ രീതിയിൽ ബലൂചിസ്ഥാനിലെ ഒരു ആക്ടിവിസ്റ്റിന്റെ ശബ്ദം ഇപ്പോൾ യൂറോപ്യൻ മണ്ണിൽ അലയടിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? ഏതെങ്കിലും ഒരു മാപ്ര നിങ്ങളോടത് പറഞ്ഞോ? കാരണം അവരത് പറയില്ല. ആ വിഷയം നിങ്ങൾ അറിയാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യും. അവർക്ക് പറയേണ്ടുന്ന കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളെ അവർ അറിയിക്കുന്നത്. ഈ കാര്യം അവർ നിങ്ങളെ അറിയിക്കില്ല. പക്ഷേ ന്യൂസ് ഇന്ത്യ മലയാളത്തിന് ഇത് നിങ്ങളെ അറിയിക്കണം എന്ന് തോന്നി, അതുകൊണ്ട് അറിയിക്കുകയാണ്. ജനീവ സ്വിറ്റ്സർലാൻഡിലാണ് ഈ സംഭവം നടക്കുന്നത്. ബലൂചിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൂട്ടക്കൊല അവസാനിപ്പിക്കണമെന്ന് ബലൂച്ച് ആക്ടിവിസ്റ്റ് മഹാൻ ബലൂച്ച് ലോക സമൂഹത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ യൂറോപ്പിലെങ്ങും തരംഗമായി ഇവരുടെ വീഡിയോകളെല്ലാം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും തരംഗമായിട്ട് പോലും ഈ ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ മലയാളികൾ അറിഞ്ഞില്ലെങ്കിൽ, പക്ഷെ നമ്മൾ അറിയുന്നത് ഹമാസ് കൂട്ടക്കൊലകൾ, ഹമാസിന്റെ തീവ്രവാദികളെ കൊല്ലുമ്പോൾ അവിടെ പോരാളികളെന്ന് വിശേഷിപ്പിക്കുന്ന വാർത്തകൾ, പാകിസ്ഥാനിൽ അവിടെ പാക് പട്ടാളം ചെയ്യുന്ന കാര്യങ്ങളെ മഹത്വവൽക്കരിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ, ഗുജറാത്ത് കലാപത്തിനെ കുറിച്ച് എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അത് നമ്മുടെ കാതിൽ ഓടിയെത്തും. അത് ഈ മാധ്യമങ്ങൾ ഇത് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് നിങ്ങൾ അറിയിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെയുള്ള കാര്യങ്ങളല്ല, അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളും ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതിലൊരു കാര്യമാണ് ഇത്. എന്തായാലും ഇവിടെ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിൽ യോഗത്തിലാണ് ഈ മഹാൻ ബലൂച്ച് എന്ന് പറയുന്ന ആക്ടിവിസ്റ്റ് ഈ കാര്യം പറഞ്ഞത്. അതൊരു വലിയ സംഭവമാണ്. കാരണം ബലൂചിസ്ഥാനിൽ ഇപ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ പട്ടാളം. എന്നാൽ ഹമാസിലെ കുട്ടികൾ മരിക്കുമ്പോൾ വലിയ രീതിയിൽ കേരളത്തിൽ അത് ചർച്ചയാകും. എന്നാൽ ബലൂചിസ്ഥാനിൽ ഇവിടെ കുട്ടികൾ മരിക്കുമ്പോൾ ഇവർക്കത് ചർച്ച ചെയ്യേണ്ട, ഞങ്ങളുടെ ആൾക്കാരെ കൊല്ലുന്നു, അതിന് നിങ്ങൾക്ക് എന്താണ് എന്നുള്ളൊരു നിലപാടാണ് ഇവർ എടുക്കുന്നത്. ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഒന്നുകിൽ രണ്ട് സ്ഥലത്തെ കാര്യങ്ങളും ചർച്ച ചെയ്യണം, ഇല്ലെങ്കിൽ രണ്ട് സ്ഥലത്തെ കാര്യങ്ങളും ചർച്ച ചെയ്യരുത് എന്നുള്ളതായിരിക്കണം നിലപാട്. അല്ലാതെ അജണ്ട സെറ്റ് ചെയ്ത് നിലപാട് വെച്ച് ചർച്ച ഇവിടെ നടക്കില്ല എന്നുള്ളത് വേറൊരു കാര്യം. എന്തായാലും ഈ സംഘടനയുടെ 58ാമത് സമ്മേളനത്തിൽ നീതിയെ മാറ്റിവെച്ച് പാകിസ്ഥാൻ സർക്കാർ ബലൂചിസ്ഥാനിൽ നടത്തുന്ന കൊലപാതകങ്ങൾ, അതിക്രമങ്ങൾ, പെട്ടെന്നുള്ള തട്ടിക്കൊണ്ടുപോകലുകൾ, കൂട്ടശിക്ഷകൾ എന്നിവയ്ക്കെതിരെ ശബ്ദമുയർത്താൻ ലോക സമൂഹത്തോട് അവർ ആഹ്വാനം ചെയ്യുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. ബലൂചിസ്ഥാനിൽ നടക്കുന്ന അതിക്രമങ്ങൾ ഇല്ലാതാക്കാൻ, ബലൂചിസ്ഥാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ പരിഹരിക്കണമെന്ന് ബലൂച്ച് നാഷണൽ മജ്ലിസ് പോസ്റ്റ് എക്സിൽ പറഞ്ഞു. ഒരു ബലൂച്ച് പെൺകുട്ടി എന്ന നിലയിൽ മാത്രമല്ല, ആയിരക്കണക്കിന് ബലൂച്ച് കുടുംബങ്ങളുടെ ശബ്ദമായിട്ടാണ് ഞാൻ ഇത് എഴുതുന്നതെന്ന് മഹാൻ ബലൂച്ച് പറഞ്ഞു. ബലൂച്ചുകൾക്ക് പതിറ്റാണ്ടുകളായി അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളുടെ വസ്തുതകൾ അവർ എക്സ് പോസ്റ്റിൽ പങ്കുവച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. നിയമവിരുദ്ധമായിട്ടുള്ള കൊലപാതകങ്ങൾ, പൊതുജനങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യൽ, തട്ടിക്കൊണ്ടുപോകലുകൾ, കൂട്ടശിക്ഷകൾ, കൂട്ടക്കൊലകൾ എന്നിവ ബലൂചിസ്ഥാനിൽ നിത്യസംഭവമാണ്. നിങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടോ എന്നാണ് മഹാൻ ബലൂച്ച് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് വളരെ വലിയൊരു ചർച്ചാ വിഷയം ആയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.